നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ കൗൺസിലറും BJP തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഏവർക്കും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു തിരുമല അനിൽ. BJPയുടെ തിരുമലയിലെ കൗൺസിലർ എന്നതിനപ്പുറം ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഉള്ള അടുപ്പമുള്ള വ്യക്തി, സംഘപരിവാർ പ്രസ്ഥാനത്തിലെ കരുത്തനായ ഒരു പ്രവർത്തകൻ. അങ്ങനെ കോർപ്പറേഷനിലെ എതിരാളികൾക്ക് പോലും, പ്രത്യേകിച്ച് CPMലെ എതിരാളികൾക്ക് പോലും വലിയ സ്വീകാര്യനായ വ്യക്തി. രാഷ്ട്രീയപരമായ വിരോധമുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ ഒരു കുറ്റവും കുറവും പറയാൻ പറ്റാത്തൊരു വ്യക്തി. ആ വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. അതിന്റെ കാരണവും അദ്ദേഹം കൃത്യമായി തന്റെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്നുമല്ല, സാമ്പത്തിക ബാധ്യത. അദ്ദേഹം കൂടി അംഗമായ ഒരു സഹകരണ സംഘം, ആ സഹകരണ സംഘം കിള്ളിപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഫാംഫെഡ് സഹകരണ സംഘം, ആ സംഘത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യത നിറവേറ്റാൻ അല്ലെങ്കിൽ അത് മറികടക്കാൻ ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പാർട്ടി വേണ്ടത്ര സഹകരിച്ചില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ആ സാമ്പത്തിക ബാധ്യത പൂർത്തിയാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കൊടുത്തു തീർക്കാൻ കഴിയാത്തതിന്റെ മനോവിഷമത്തിൽ അഭിമാനിയായ തിരുമല അനിൽ സ്വയം ജീവനൊടുക്കുകയായിരുന്നു. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്നാൽ ഒരല്പം പോലും രാഷ്ട്രീയ ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കേരളത്തിലെ ഇടതുപക്ഷ സൈബർ സഖാക്കന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് എന്താണ്? തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ BJP തിരുമല അനിലിനെ കൊലയ്ക്ക് കൊടുത്തു. തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ തിരുവനന്തപുരത്തെ BJP നേതൃത്വ പങ്ക്. ഇങ്ങനെ കെട്ടുകഥകളും ഇല്ലാക്കഥകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇടതു സൈബർ സെല്ലുകൾ ചെയ്തത്. എന്തിനെന്നറിയോ? തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഇത്തവണ BJP അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ആരംഭിച്ചു കഴിഞ്ഞു. 102 കോർപ്പറേഷൻ വാർഡുകളിൽ 60 എണ്ണം കൃത്യമായി വിജയിക്കുമെന്ന് BJP കൃത്യമായി കണക്ക് കൂട്ടി മുന്നോട്ട് പോവുകയാണ്. അത്രത്തോളം പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് BJPക്ക് തിരിച്ചടിയായ തിരുമല അനിലിന്റെ മരണം സംഭവിക്കുന്നത്. വ്യക്തിപരമായും പാർട്ടിപരമായും അത് BJPക്ക് തിരിച്ചടി തന്നെയാണ്. എന്നാൽ അതിനെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ഒരു മനുഷ്യന്റെ മരണത്തെ പോലും ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്ത് വേറെ ഏതുണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞത്, ചോദിച്ച ചോദ്യം മാന്യതയാവണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അവിടെ നിൽക്കൂ, നിങ്ങൾ ഏത് ചാനലെന്നറിയാം, നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ അവിടെ നിന്നാൽ മതി, നിങ്ങൾ ചോദിക്കണ്ട എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ മലയാളത്തെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണ്, വിദേശത്തൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ മലയാളത്തിന്റെ ആ ഒരു ശൈലി അദ്ദേഹത്തിന് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ ഉച്ചാരണം കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതിനിടയിൽ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെ പറയുന്നത്, അതിനിടയിൽ നീ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞുപോയി. അത് പൂർണ്ണമായി നീ എന്ന് വ്യക്തമാക്കിയതല്ല, നിങ്ങൾ എന്ന് പറയുന്നതിന്റെ ഉച്ചരിക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ചു ഒരു പിശകാണ്. അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നീ അവിടെ നിൽ എന്ന് ഒരു മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞു. അത് ശരിയാണോ? അദ്ദേഹത്തിന്റെ മാധ്യമ മുതലയുടെ ഹുങ്കല്ലേ ഇത്? കേരളത്തിൽ വില പോവില്ല, കേരളം അങ്ങനെയല്ല, കേരളം ജനാധിപത്യപരമായി അങ്ങനെയാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയുന്നു. ഇവന്മാർക്ക് അല്പമെങ്കിലും നാണവും മാനമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറഞ്ഞെന്താണ്? കടക്ക് പുറത്ത് മാറി നിൽക്ക്. എന്തെല്ലാം വാക്കുകൾ ഈ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും പ്രതികരിച്ചോ? പിറ്റേ ദിവസവും നാണവും മാനവും ഇല്ലാതെ കോലും കൊണ്ട് ഈ പിണറായിയുടെ പുറകിൽ പോകുന്ന പണി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പിണറായി ആട്ടിയാലും തുപ്പിയാലും അതൊക്കെ അമൃതം. മറ്റേതെങ്കിലും നേതാക്കന്മാരാണെങ്കിൽ അത് നമ്മൾ സഹിക്കില്ല. അവിടെ മാധ്യമ സ്വാതന്ത്ര്യം സടകുടഞ്ഞ് എണീക്കും. ഉടനെ മാധ്യമ സംഘടന അങ്ങ് വലിയ പ്രസ്താവനകൾ ഇറക്കും, വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ചു. സുരേഷ് ഗോപിയെ നാടിനീളെ മൈക്ക് കെട്ടി തെറി വിളിച്ചു. എന്ത് സംഭവിച്ചു? പിണറായി വിജയൻ ഇത്രയും നിശിതമായി വിമർശിച്ചിട്ട് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുവിരലനക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ വിഷയത്തിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കുരയ്ക്കുന്നത്. ഒരു കാര്യവുമില്ല. കൃത്യമായി 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്,
തിരുമല അനിലിന്റെ മരണം സത്യത്തിൽ അതൊരു വേദനിപ്പിക്കുന്ന മരണം തന്നെയാണ്. പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിനു മുൻപ് അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇടതു ഹാൻഡിലുകളുടെ ഈ വൃത്തികേട് അവസാനിപ്പിക്കുക. ഒന്ന്. രണ്ട്, മാന്യതയോടെ ചോദ്യം എല്ലാവരോടും ചോദിക്കുക. നിങ്ങളെ ഇതിനു മുൻപ് ആട്ടിയിറക്കിയ കാര്യം കൂടി നിങ്ങൾ ഇപ്പോൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഓർമ്മിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.